മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 പോയിന്റുകളിൽ 66 തുടങ്ങി 69 വരെ ബേസ്ഡ് ഓൺ ദ ചാപ്റ്റർ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ആദ്യം 66ാമത്തെ പോയിന്റ്, ബയോട്ട് സാവേർട്ട്സ് ലോ ആൻഡ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. സോ രണ്ട് നിയമങ്ങളും മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പോൾ അതിൽ ഒരു ചെറിയ എലിമെൻ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ബയോട്ട് സാവേർട്ട്സ് ലോ. സോ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു കണ്ടക്ടർ, അതിലൊരു സ്മോൾ എലിമെൻ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ കറണ്ട് എലിമെൻ്റ് IDL അതിനെ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ആ IDL എന്ന് പറയുന്ന കറണ്ട് എലിമെൻ്റ് P എന്ന് പറയുന്ന പോയിന്റിൽ അറ്റ് എ സെപ്പറേഷൻ R അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് P ഈസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു IDL സൈൻ തീറ്റ ഡിവിഷൻ ബൈ അതിൻ്റെ പവർ ഓർമ്മയിരിക്കട്ടെ, അത് 1/r² ആണ്. വെക്ടർ ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് B ടേക്ക് ദ വാല്യൂ ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു IDL ക്രോസ് R ദാറ്റ് ഡിവിഷൻ ബൈ R³ ഓർ ഈക്വൽ ടു, നമ്മുടെ യൂണിറ്റ് വെക്ടറിൻ്റെ രൂപത്തിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ സോ ഇറ്റ് ബിക്കം IDL ക്രോസ് R⁻ ദാറ്റ് ഡിവിഷൻ ബൈ R². സോ വളരെ പ്രധാനപ്പെട്ട ഒരു ഡീറ്റെയിൽ ആണ്. ഇത് ബേസ് ചെയ്ത് നമുക്ക് സ്ട്രെയിറ്റ് കണ്ടക്ടറുടേത് വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. സോ ഒരു L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറാണെന്നിരിക്കട്ടെ, കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അത് R എന്ന് പറയുന്ന സെപ്പറേഷനിലുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അതിൻ്റെ എൻഡ് പോയിന്റ്സ് ദാറ്റ് Pയുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയും ബീറ്റയും ആണെങ്കിൽ the magnetic field at the point P is given as μ0/4π into I division by the separation into the sine of the angle alpha plus sin beta. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഡിഫറെൻറ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യാം. ആ കൺസെപ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു എലിമെൻറ്റിന് പകരം സിമെട്രിക്കലായിട്ടുള്ള ചാർജ് കറണ്ട് കോൺഫിഗറേഷൻസ് ആണെങ്കിൽ വി ക്യാൻ യൂസ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ളത് കണ്ടുപിടിക്കാൻ ആ പോയിന്റ് ഉൾപ്പെടുന്ന ഒരു ആംപീരിയൻ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വി ക്യാൻ സേ ദാറ്റ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ ഫോർ എ ക്ലോസ്ഡ് ഇൻ സർഫേസ് ദാറ്റ് B dot dl that take the value equal to μ0 times the total current enclosed. നമ്മൾ ഈ ഒരു നിയമം അപ്ലൈ ചെയ്യുമ്പോൾ ഓർക്കണമേ, എൻക്ലോസ്ഡ് ആയിട്ടുള്ള കറണ്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. പക്ഷേ ആ പൊസിഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ആണെങ്കിലും കൺസിഡർ ചെയ്യണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അതിൽ ഒരു തിക്ക് കണ്ടക്ടറുടെ കോൺട്രിബ്യൂഷൻ അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ്, അതിൻ്റെ ഗ്രാഫിക്കൽ കൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഹോളോ കണ്ടക്ടർ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് 0 ആയിരിക്കും, ഒരു ഹോളോ കണ്ടക്ടർ ആണെങ്കിൽ. പക്ഷേ ഒരു സാധാരണ മെറ്റീരിയലുള്ള ഒരു സോളിഡ് കണ്ടക്ടർ ആണെങ്കിൽ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓരോ ലൂപ്പിലുമുള്ള കറണ്ടിൻ്റെ അളവ് വ്യത്യാസപ്പെടുന്നത് പ്രപ്പോർഷണൽ ടു അതിൻ്റെ റേഡിയസ് ആയതുകൊണ്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മളുടെ സർഫസ് വരെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ ഓൺ ഐദർ സൈഡ് ഇറ്റ് മൂവ്സ് ലൈക്ക് ദിസ് വൺ. വളരെ പ്രധാനപ്പെട്ട ഗ്രാഫിക്കൽ അനാലിസിസ് ആണ്. അപ്പോൾ സാധാരണ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ അറ്റ് എനി പോയിന്റ് ഔട്ട്സൈഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലൈക്ക് μ0/4π ഇൻറ്റു ദാറ്റ് കറണ്ട് 2I ഡിവിഷൻ ബൈ ദ സെപ്പറേഷൻ എത്രയാണോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സർഫസ് വരുമ്പോൾ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ബൈ ദാറ്റ് സ്മോൾ r ഈസ് ഈക്വൽ ടു, പകരമായിട്ട് നമുക്ക്
എ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അതിൻ്റെ റേഡിയസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ബട്ട് അറ്റ് എനി പോയിന്റ് ഇൻസൈഡ്, നമ്മളൊരു പോയിന്റ് ഇൻസൈഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യണത് എന്ന് വിചാരിക്കാം. സോ അതിൻ്റെ പൊസിഷൻ ആണെങ്കിൽ അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ദാറ്റ് take the value equal to mu0 by 4 pi into 2i by capital small a square. So that is the radius into keep in mind into small r. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സോ ഇൻസൈഡ് അറ്റ് എനി പോയിന്റ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്മോൾ ആർ. അത് നമ്മുടെ ആംബിയർ സർക്യൂട്ട് ലൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. സോ ഹിയർ വി ആർ വിത്ത് എ ഗുഡ് ക്വസ്റ്റ്യൻ. Find the resultant magnetic field at the point C, the center there, shown in the figure. So this side that is given as root 3a and this side is given as a. So we can just label them as adine namakku label cheyam a b c d ennu namakku label cheyam. So what is the contribution here? അപ്പോൾ ഇവിടെ നിന്നുള്ള കറണ്ട് ഫ്ലോ നമുക്കൊന്ന് എടുത്താൽ നമുക്കറിയാം ഒരേ ഡയറക്ഷനിൽ ഒരേ ഓർഡറിലാണ് നാലിലും മൂവ് ചെയ്യുന്നത്. സോ അതുകൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒരേ ഡയറക്ഷനിലായിരിക്കും. സോ വി ഹാവ് ടു ജസ്റ്റ് ആഡ് ദം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ 4 വയറായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ബി, ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ബി ഡി, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സി ഡി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സി. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ബി ആൻഡ് സി ഡി ദേ ആർ ഗോട്ട് ദ സെയിം വാല്യൂ, കാരണം ഒരേ ലെങ്ത് ഉള്ള കേസസ് ആയതുകൊണ്ട്. അതേപോലെ ബി ഡിയും ബി എ സിയും ഒരേപോലെയുള്ള കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ നമുക്ക് ബി എ ബി അല്ലെങ്കിൽ ബി സി ഡി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. സോ അങ്ങനെയാണെങ്കിൽ അവിടെ ആദ്യം നമുക്ക് ലേബൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആൽഫ, എന്താണ് ബീറ്റ, എന്താണ് അവ തമ്മിലുള്ള സെപ്പറേഷൻ. പെർപെൻഡിക്കുലർ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ടോട്ടലായിട്ട് ഈ സൈഡ് എ ആയിട്ട് എടുക്കുമ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് a/2 ആയിട്ട് മാറും. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. പിന്നെ ഇത് മുതൽ ഇതുവരെയുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ഉറപ്പിച്ച് നമ്മൾ എടുക്കാം √3a/2. സോ √3/2a. അപ്പോൾ നമുക്ക് ആൽഫയും ബീറ്റായും ഉറപ്പായിട്ടും ഈ കേസിൽ നമുക്ക് എളുപ്പമായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസിൽ നമുക്ക് ടാൻ ആൽഫ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ആസ് എ √3/2a/a/2. സോ അങ്ങനെയാണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് √3 എന്നൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തി. അവിടെ നിന്ന് നമുക്ക് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചാൽ സിമ്പിളായിട്ട് ഫോർമുല mu0/4 pi into കറണ്ട് ക്യാരിയിങ് ഡിവിഷൻ ബൈ ദ സെപ്പറേഷൻ എന്ന് പറയുന്നത് a/2 ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് സൈൻ ആൽഫ. അപ്പോൾ 2 times of sin 60. സോ സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആയിട്ട് മാറുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു mu0/4 pi into 2i/a. നമുക്ക് ഈ 2 ന്യൂമറേറ്ററിലേക്ക് വിടാം. സൈൻ 60യുടെ √3/2 2 ക്യാൻസൽ ആവും. സോ 2i/a into √3. സോ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതേപോലെ നമുക്ക് ബി ഡിയുടെയും എ സിയുടെയും കോൺട്രിബ്യൂഷൻ എത്രയാണ്? സോ അത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ എ സിയുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ള സെൻസിൽ വി ക്യാൻ ജസ്റ്റ് ടേക്ക് ദാറ്റ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ആദ്യം നമുക്ക് സെപ്പറേഷൻ അനലൈസ് ചെയ്യണം. അതെന്ന് പറയുന്നത് എ ബിയുടെ /2 ആണ്. സോ ദാറ്റ് ഈസ് √3/2a ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ആംഗിളാണ്. നമുക്കത് ബീറ്റ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ടാൻ ബീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് a/2 ആണ്. ദ ഡിവിഷൻ ബൈ നമ്മുടെ ഈ സെപ്പറേഷനാണ് അടുത്ത് കൺസിഡർ ചെയ്യേണ്ടത്. അത് √3/2a ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√3. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സോ നമുക്ക് ടാൻ ബീറ്റയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് 1/√3 ആയിട്ട് മാറി. സോ അങ്ങനെയാണെങ്കിൽ ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 30 ഡിഗ്രി ആയിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദാറ്റ് എ സി ഓർ ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ബി ഡി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് ഈക്വൽ ടു mu0/4 pi into i ഡിവിഷൻ ബൈ ദയർ സെപ്പറേഷൻ. അവ തമ്മിലുള്ള സെപ്പറേഷൻ നമുക്കറിയാം. അത് √3/2 into a. That much into 2 times of the sin 30 as 1/2.
സോ 2 to 2 ക്യാൻസൽ ആയിട്ട് മാറും. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് mu0 by 4 pi into 2i by root 3a. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് 4 കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നെറ്റ് വാല്യൂ മാഗ്നറ്റിക് ഫീൽഡ് ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് 2 times of that BAB plus 2 times of that BAC. So we can take that 2 into, what about the BAB? mu0 by 4 pi into 2 root 3 I by A plus. So we take 2 in common. So BAC take the value. mu0 by 4 pi into 2I by root 3A. നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് പുറത്തെടുത്താൽ, സോ ഹിയർ 2 ഈസ് ദേ, സോ 2 mu0 2i by, so mu0 by 4 pi into I by A നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഒരു 2 കൂടെ നമുക്ക് എടുക്കാം. സോ ഇറ്റ് ബിക്കംസ് 4. So that much into root 3 plus, so that is a very important one, 1 by root 3. So here the 4 we can cancel. So we get the answer mu0 I by pi A into root 3 plus 1 by root 3. വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് ആപ്ലിക്കേഷൻ ഓഫ് ബയോട്ട്-സാവേർട്ട്സ് ലോ. The magnetic force on a charged particle. ഇപ്പോൾ സാധാരണ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട വളരെ പ്രധാനപ്പെട്ട റിലേഷൻ, അവൻ്റെ വെലോസിറ്റി v ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് F is equal to Q into V cross B. വളരെ പ്രധാനപ്പെട്ട ഒന്ന് മെമ്മറൈസ് ചെയ്യേണ്ട ഇക്വേഷൻ. സോ മാഗ്നിറ്റ്യൂഡിൽ നമുക്ക് പറയാം ദാറ്റ് QVB സൈൻ തീറ്റ. അപ്പം മാഗ്നിറ്റ്യൂഡിലെ ആ ഫോഴ്സ് വെച്ചിട്ട് നമുക്ക് പറയാം അവ തമ്മിൽ വെലോസിറ്റിയും ബിയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അവയുടെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ വി ക്യാൻ യൂസ് ദാറ്റ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. സോ we have to place that the first 3 fingers in mutually perpendicular directions. അങ്ങനെ വെച്ചതിന് ശേഷം ഓർമ്മയിരിക്കട്ടെ, സെൻട്രൽ ഫിംഗർ എന്ന് പറയുന്നത് that it is nothing but representing the direction of current. 4 finger ആണ് എന്നുണ്ടെങ്കിൽ ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട കേസ്, ഇറ്റ് റെപ്രസെൻറ്റ് ദ ഫീൽഡ്. ആൻഡ് തമ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ് അവർ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. സോ 3 തരത്തിലുള്ള ട്രജക്ടറികളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കേസ്. ആദ്യം തീറ്റ എന്ന് പറയുന്നത് 0യോ 180 ആകുമ്പോൾ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും മൂവ് ചെയ്യുക എന്നുള്ള കാര്യം ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അടുത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ടത് 90 ഡിഗ്രിയിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ സർക്കുലർ പാത്ത് ആയിരിക്കുമെന്നുള്ള കാര്യം ഓർക്കുക. അവിടെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് ആയിരിക്കുമെന്നുള്ള കാര്യവും. സോ അത് ബേസ് ചെയ്തിട്ട് വരുന്ന റെലവൻറ്റ് റിലേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. മൂന്നാമത്, അറ്റ് എനി ആംഗിൾ, ഈ 3 ആംഗിൾ അല്ലാത്ത കേസസിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. സോ ദാറ്റ് വെലോസിറ്റി വി ക്യാൻ സ്പ്ലിറ്റ്സ് ഇൻ ടു 2 കമ്പോണൻറ്റ്സ്. വൺ ദാറ്റ് പെർപെൻഡിക്കുലർ, സോ തീറ്റ ആംഗിളിലാണ് വരുന്നതെങ്കിൽ സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു വി കോസ് തീറ്റ ആയിട്ട് മാറുന്നു. പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് വി സൈൻ തീറ്റ ആയിട്ട് മാറുന്നു. സോ വി സൈൻ തീറ്റ എന്ന് പറയുന്നത് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആയതുകൊണ്ട് ദാറ്റ് വിൽ ഗീവ് എ സർക്കുലർ പാത്ത്, ബട്ട് വി കോസ് തീറ്റ വിൽ ഗീവ് എ ലീനിയർ പാത്ത്. അതുകൊണ്ട് ഹെലിക്കൽ പാത്ത് ആയിരിക്കും അതിനുണ്ടാകുന്നത് എന്നുള്ള കാര്യം ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹെലിക്കൽ പാത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. സോ ഇറ്റ് ഈസ് എ വെരി ഗുഡ് പ്രോബ്ലം. സി എ ബീം ഓഫ് protons with a velocity, so that is given as 4 into 10 to the power of so the velocity is given as 4 into 10 to the power of 5 meter per second, enters a magnetic field, so that is given as 0.3 Tesla at an angle, so that is theta is given as 60 degree to the magnetic field. Find the radius of the helical path.
സോ നമുക്ക് ടൈം പീരീഡിൻ്റെ റിലേഷൻ അറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് റേഡിയസ്. സോ സാധാരണ കേസിൽ നമുക്കറിയാം m/v²/r ഈസ് ഗിവൻ ആസ് QVB സൈൻ തീറ്റ. സൈൻ 90 ആകുന്ന സമയത്ത് യെസ്, അവിടെ നിന്ന് നമുക്ക് മനോഹരമായിട്ടുള്ള റിലേഷൻ. പക്ഷേ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് സൽക്കുറ പാത്തിന് റീസൺ ആകുന്നത് അതിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആയതുകൊണ്ട് നമുക്ക് റേഡിയസിന് റിലേഷൻ എഴുതാം m/v സൈൻ തീറ്റ ഡിവിഷൻ ബൈ QB. സിമ്പിളായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് വാട്ട് ഈസ് ദ വാല്യൂ ഫോർ മാസ്? So it is a proton. So 1.67 into 10 raised to minus 27. Velocity എന്താണ്? 4 into 10 to the power of 5 into നമുക്ക് ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. സോ ഇറ്റ് ഈസ് സൈൻ 60 ആസ് റൂട്ട് 3/2. ചാർജ് നമുക്കറിയാം, ചാർജ് ഓഫ് പ്രോട്ടോൺ ആസ് 10 raised to minus 16 into 0.3. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ആ റേഡിയസ് എന്ന് പറയുന്നത് 0.012 മീറ്റർ or we can say 1.2 centimeter. So ഇതാണ് റേഡിയസ് ഓഫ് ദാറ്റ് പാത്ത്. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി ദ പിച്ച് ഓഫ് ദ ഹെലിക്സ്. എന്താണ് പിച്ച് എന്ന് പറയുന്നത്? പിച്ച് എന്ന് പറയുന്നത് ദ ലീനിയർ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ലീനിയർ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ വൺ റൊട്ടേഷൻ. അപ്പോൾ അതിന് റെസ്പോൺസിബിൾ ആകുന്നത് ലീനിയർ വെലോസിറ്റിയാണ്. അപ്പോൾ ഒരു ടൈം പീരീഡ് ഇൻറ്റു ദാറ്റ് ലീനിയർ വെലോസിറ്റി v cos theta, that is the equation. So if you just substitute the relation, the time period independent of velocity, so that is given as 2πm/qb into v cos theta. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അല്ലേ. സോ ദ മാസ് വി ഓൾറെഡി നോ as 1.67 into 10 raised to minus 27. And the velocity as 4 into 10 to the power of 5 into that cos 60, it becomes 1/2. The charge value as 1.6 into 10 raised to minus 16 into that 0.3. On solving, we get the value 0.0437 meter, or we can say is equal to 4.37 centimeter. So that is the 67th problematic situation. So we can just move to the 68th ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഒരൊറ്റ വേർഡിൽ നമുക്ക് പറയാം, the magnetic force between the current carrying conductors. So look here. Here the two currents got the same direction and that two wires are attracted each other. But here that I1 and I2 got the opposite direction and hence they will repel each other. So I1 I2 ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻറ്ററാക്ഷൻ പെർ യൂണിറ്റ് ലെങ്തിൻ്റെ റിലേഷൻ. So that is a very important concept as mu0/4π into 2I1 I2 division by their separation. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അതിൻ്റെ ഡയറക്ഷൻസ് ഓർക്കുക. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അതിന് ചുറ്റും അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മളുടെ മറ്റൊരു കണ്ടക്ടറുടെ നമ്മൾ വെക്കുക. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ്. സോ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് ഫോഴ്സസിന് റെസ്പോൺസിബിൾ ആയിട്ട് മാറുക. വി ആർ വെയിറ്റിംഗ് വിത്ത് എ വെരി ഗുഡ് പ്രോബ്ലം. Find the magnetic force on the loop. So that loop is given as say P, Q, R, S. So it got a side of A and a conductor. So we can just assume as AB an infinite length and is also at a separation of A apart. Suppose the current carries I1 for the conductor and for the loop it is I2. Then we have to find the magnetic force on the loop PQRS. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, നമ്മൾ ഡയറക്ഷൻ ഉൾപ്പെടെ എടുത്താൽ QR-ൻ്റെ കോൺട്രിബ്യൂഷനും PS-ൻ്റെ കോൺട്രിബ്യൂഷനും സെയിം ആയിരിക്കും. ബട്ട് ഓപ്പോസിറ്റ് ഉള്ളത് കൊണ്ട് ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. സോ ഓൺലി റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത് ദ ഫോഴ്സ് റെസ്പോൺസിബിൾ, ദ ഫോഴ്സ് ഓൺ PQ, ആൻഡ് ഓൾസോ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ RS. അപ്പോൾ നമുക്ക് PQൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം. സോ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. സോ അതിൻ്റെ ലെങ്ത് നമുക്കറിയാം, സൈഡാണ്. അപ്പോൾ A ആയിട്ട് എടുത്താൽ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു mu0/4π into the currents. So I2 into I1 I2, that division by separation as A.
വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ? ഉറപ്പായിട്ട് നമുക്കറിയാം ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് ആയതുകൊണ്ട് ഈ ഷുഡ് ബി യെസ് മൈനസ് ഐ എന്ന് നമുക്ക് കൊടുക്കാം. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ എഫ് ആർ എസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും? സോ എഫ് ആർ എസ് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം, അവിടെ ദ ഇനിഷ്യൽ ടേംസ് ആർ സെയിം, കറണ്ട് കോൺട്രിബ്യൂഷൻസ് ആർ സെയിം, ദെൻ വാട്ട് അബൌട്ട് ദ സെപ്പറേഷൻ? അപ്പോൾ അവിടെ അങ്ങേ അറ്റത്തുള്ള ആ ഒരു ആർ എസ് ആയതുകൊണ്ട് തന്നെ സെപ്പറേഷൻ വി ഹാവ് ടു സേ ആസ് 2A. വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ? അപ്പം ഇത് രണ്ടും തമ്മിൽ എടുക്കുമ്പോൾ ഈ ഒരു ആമിലേക്ക് വരുമ്പോൾ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ, സോ ദർ ഷുഡ് ബി റിപ്പൾഷൻ. സോ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുക. സോ നമുക്കതിനെ ഐ ആയിട്ട് എടുക്കാം. ഈ രണ്ട് മാഗ്നിറ്റ്യൂഡും ഒന്ന് നിങ്ങൾ കൺസിഡർ ചെയ്തേ. സോ ദിസ് ഈസ് ഓൾസോ ബൈ എ. രണ്ടിൽ നമുക്കറിയാം ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളതിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലായിരിക്കും. സോ ദിസ് വൺ ഈസ് ഗോട്ട് മാക്സിമം വാല്യൂ. സോ രണ്ട് തമ്മിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്തെടുത്താൽ നെറ്റ് വാല്യൂ കിട്ടും. സോ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈ ദ നെറ്റ് വാല്യൂ ഓൺ ദ ഫോഴ്സ്. സോ എഫ് പി ക്യു മൈനസ് എഫ് ആർ എസ്, the division by A, that is equal to, so FPQ by A minus FRS by A, so that is equal to, yes, mu 0 by 4 pi into 2 I1 I2 by A minus, so mu 0 by 4 pi 2 I1 I2 by 2A. So that is a very important one. So that is equal to, in magnitude, സോ നമുക്ക് റിസൾട്ടൻ്റ് ഫോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എ കൊണ്ട് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിനെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എടുത്താൽ mu 0 by 4 pi into 2 I1 I2 by A into A of 1 minus 1 by 2. So that is a very important one. So that is equal to A cancel ആയിട്ട് മാറുന്നു. 1 minus 1 by 2 2 cancel ആകുന്നു. So you get the answer mu 0 by 4 pi into I1 I2. So that is into the direction. ഓർമ്മയിരിക്കട്ടെ, അതിലേറ്റവും വലുതിൻ്റെ ഡയറക്ഷനായ മൈനസ് ഐ ആയിരിക്കും സംഭവിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ വി ക്യാൻ മൂവ് ടു ദ 69th concept. How to convert a moving coil galvanometer into ammeter and voltmeter. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സോ നമുക്ക് അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വി ഹാവ് ടു കണക്ട് എ സ്മോൾ റെസിസ്റ്റൻസ് ഇൻ പാരലൽ. നമുക്കറിയാം അമീറ്റർ ഈസ് ഒരു ലോ റെസിസ്റ്റൻസ് ഡിവൈസാണ്. ഒരു ഐഡിയൽ അമീറ്റർ എന്ന് പറയുമ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ വി ഹാവ് ടു നെറ്റ് വാല്യൂ റെസിസ്റ്റൻസ് കുറയ്ക്കണം. സോ വി ഹാവ് ടു കണക്ട് എ ഷണ്ട് റെസിസ്റ്റൻസ് ഇൻ പാരലൽ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. പക്ഷേ അതേ സ്ഥാനത്ത് വോൾട്ട്മീറ്റർ എന്ന് പറയുന്നത് ഒരു ഹൈ റെസിസ്റ്റൻസ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഹൈ റെസിസ്റ്റൻസ് കിട്ടുന്നതിന് വേണ്ടി തന്നെ വി ഹാവ് ടു കണക്ട് എ ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ നമ്മുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് മെഷർ ചെയ്യേണ്ട ടോട്ടൽ കറണ്ട് ഐ ആണെങ്കിൽ, സോ അതിലേക്ക് മൂവ് ചെയ്യുന്ന കറണ്ട് ഗാവനോമീറ്റർ കറണ്ട് ഫോർ ഫുൾ ഡിഫ്ലക്ഷൻ ഐ ജി ആയിട്ട് എടുത്താൽ ദിസ് കറണ്ട് ബിക്കംസ് ഐ മൈനസ് ഐ ജി. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അങ്ങനെയാണെങ്കിൽ ഇതൊരു പാരലൽ നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയോടെ പറയാം പൊട്ടൻഷ്യൽ അക്രോസ് ദാറ്റ് റെസിസ്റ്റൻസ് ആൻഡ് ദാറ്റ് ഗാവനോമീറ്റർ ആർ സെയിം. So we have to say that Ig into G plus, so that is the galvanometer resistance G, that should be equal to, so that is taken as here Rg. So we can just take that Rg, that should be equal to I minus Ig, that much into that shunt resistance Rs. So our aim is to find what is the shunt resistance needed. So that is Ig by I minus Ig into that galvanometer resistance. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ. സോ ഇവിടെ നമുക്ക് ഒരു പൊട്ടൻഷ്യൽ വി റേഞ്ചിലുള്ളത് വേണമെങ്കിൽ, വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം വി ഈസ് ഈക്വൽ ടു ദാറ്റ് ഐ, ഇവിടുത്തെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ജി ആണെങ്കിൽ ഐ ജി ഇൻറ്റു ദാറ്റ് ഗാവനോമീറ്റർ റെസിസ്റ്റൻസ് പ്ലസ് ദാറ്റ് റെസിസ്റ്റൻസ് വി ആർ കണക്റ്റഡ്. So from that we can use the relation as R is equal to V by Ig
മൈനസ് ക്യാപിറ്റൽ G. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ അത് ബേസ് ചെയ്ത് നമുക്ക് ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. When a resistance of 100 ohm is connected in series with a galvanometer of resistance R and its range is capital V. To double its range, a resistance of 1000 ohm is connected in series. Find the value of R. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഓർക്കുക, വോൾട്ട്മീറ്റർ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്, ഒരു റെസിസ്റ്റൻസ് നമുക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഗാവനോമീറ്ററിനോടൊപ്പം ഇവിടെ പറയുന്നത് ആദ്യം ഗാവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആറായിട്ടാണ് പറയുന്നത്. 100 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ റേഞ്ച് V ആയിട്ട് നമുക്ക് കിട്ടി. സോ ഹൗ വി ക്യാൻ റൈറ്റ് ഇറ്റ്? സോ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാം ദാറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിവിഷൻ ബൈ ദാറ്റ് R + 100. പക്ഷേ രണ്ടാമത്തെ കേസ് പറയുന്നത് ആ ഗാവനോമീറ്ററിലെ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന V പൊട്ടൻഷ്യലിനോടൊപ്പം V റേഞ്ചിൽ നിന്ന് അത് V റേഞ്ചിലേക്ക് എത്തണം. അപ്പോൾ V റേഞ്ചിലേക്ക് എത്താൻ വേണ്ടി അവർ അഡീഷണൽ ആയിട്ട് ഒരു 1000 ohm കൂടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ആമിലെ കറണ്ട് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? സോ ദർ ദ പൊട്ടൻഷ്യൽ ഡിവിഷൻ ബൈ ദ ടോട്ടൽ റെസിസ്റ്റൻസ് ബിക്കം R + 100 + 1000. So that is equal to 2V by R + 1100. ഇപ്പോൾ രണ്ടിലെയും കറണ്ട് എന്ന് പറയുന്നത് need to measure the same one. So we can say as V by R + 100 take the value equal to 2V by R + 1100. So Vയും Vയും അവിടെ ക്യാൻസൽ ആയി. So we can just cross it. R + 1100 equal to 2R + 200. So 1100 by 200, that is 900 is equal to R. So we get the value as R equal to 900 ohm. So that is a very important concept. So ഇങ്ങനെ കമ്പാരിസൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. So try to do maximum MCQs. Take care. God bless you.